ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് നമ്മൾ ഈ ഗെയിം കളിച്ചിട്ടുള്ളതാണ്. ആ ഗെയിം അന്ന് കളിച്ചപ്പോൾ നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തവണ നമ്മൾ ഇത് മൊത്തം കളിച്ച് തീർക്കുന്നതായിരിക്കും. എനിക്കൊന്ന് 100 മിഷൻസ് ഉണ്ടോ, 100 ഇല്ലെന്ന് തോന്നുന്നു. അത്ര ഇല്ലെന്ന് തോന്നുന്നു. അത്ര ഉണ്ടോ? അത്ര ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഈ ഗെയിമെന്ന് പറയുന്നത് എതിരെ വണ്ടി ഓടിച്ചൊന്നും വരില്ലെങ്കിലും വണ്ടി നിർത്തിയിട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയ കുറേ വാഹനങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ ട്രാഫിക്കായിട്ട് കിടപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ പോകുന്നതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഗെയിം പ്ലേയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ 3 തവണ നമ്മൾ ഈ കാറുകളിൽ ഇടിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നാണോ കളി തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചു വന്ന് എത്തുന്നതായിരിക്കും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിത് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അങ്ങനെയായിട്ട് ഓരോരോ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ മിസ് ചെയ്യല്ലേ. എല്ലാവരും ഡെയിലി ഇടുന്ന വീഡിയോസ് കാണേണ്ടതാണ്. ഇവിടെ പെടുമെന്ന് തോന്നുന്നു. ചവിട്ടിയിട്ട് വണ്ടി കയറുന്നില്ല. ഇതെന്താ ബൈക്കിലേക്ക് പോകുന്ന വണ്ടി? നിർത്തിയിട്ട് കയറ്റത്ത് വെച്ച് ചവിട്ടിയാൽ കയറത്തില്ല ഈ വണ്ടി. നമ്മൾ പറയുന്ന പോലെയൊന്നും അല്ല. ഈ വണ്ടിക്കില്ലേ നല്ല വെയിറ്റ്. അതുകൊണ്ട് തന്നെ വണ്ടി തന്നെ പെട്ടെന്ന് കയറത്തില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ പുറകിലായിട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ ഇടിച്ചാൽ നമുക്ക് കയറ്റിയാൽ കേട്ടോ. അവിടെ ഇടിച്ച് കയറ്റാന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് മെല്ലെ ഇടിച്ച് നിർത്തിയിട്ട് അവിടുന്ന് നമുക്ക് കയറ്റി അങ്ങ് കൊണ്ടുപോയേക്കാം. അല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വളരെ ടാസ്ക്കാണ്. കയറ്റത്ത് വെച്ച് വണ്ടി കയറത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടിക്ക് നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി അല്ലാതെ കയറാൻ നല്ല പ്രയാസമാണ്. എനിക്കതൊന്നും അല്ല, ഇതിൽ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഏത് ക്യാമറ ആംഗിളർ ഇടുമെന്നാണ് എനിക്കറിയാത്തത്. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ. ഓക്കെ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരുമാതിരിയൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാലും ചെറുതായിട്ടൊരു ടയർ ഒന്ന് തെന്നിയാൽ മതി, ഒന്ന് സ്കിഡായാൽ മതി, നമ്മൾ താഴത്തെ കുഴി കിടക്കും ഗൈസ്. ഫ്രണ്ടിൽ പോസ്റ്റ് വിഷയമില്ല ഗൈസ്. അവൻ വലിയ വിഷയകാരനൊന്നുമല്ല. ഈ വണ്ടി ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പം അത്യാവശ്യം നല്ല ഉൾഭാഗം തന്നെയാണ് ഗൈസ്. എന്താ പറയുക, കുറ്റം പറയാനും മാത്രമൊന്നുമില്ല. മറ്റേ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരത്തില്ല ഗൈസ് വണ്ടി. നമ്മുടെ മറ്റേ ആളുകൾ ഒരു വണ്ടീൻ്റെ ഫീലുണ്ട്, ഉള്ളി ദൈവമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് രാത്രിയൊക്കെ ആക്കാൻ പറ്റുമോ നമ്മുടെ ഇഷ്ടമാണ്. നമ്മളാക്കാതെ തന്നെ രാത്രി ആവത്തില്ല, അത് വേറൊരു കാര്യം. അങ്ങനെയും കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഈ ഗെയിമിനുള്ളിലായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ആദ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും എല്ലാവരും കയറി എന്തായാലും മസ്റ്റായിട്ടും കാണേണ്ടതാണ്. ഇവിടെ ഒരു വണ്ടിയുണ്ട്. വലിയ സീനില്ല കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ഒതുക്കിയാണ് ആ വണ്ടി ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇടിച്ച് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് തന്നെ അങ്ങനെ ഡാമേജ് ഒന്നും ആവാത്തതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. ആ കാറും അത്യാവശ്യം ഒതുക്കി ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദയ്ക്ക് കയറിപ്പോവാൻ. ചില സമയത്ത് ക്രോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും ചില വണ്ടി. നല്ല പണി കിട്ടും ഗൈസ്. നല്ല പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, നല്ല കിടുക്കം പണി കിട്ടും. ഇത് കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ലെവൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വണ്ടി വീണ്ടും പുറകിലേക്ക് പോകുന്നുണ്ട്. അത് പണിയാവുമല്ലോ ഗൈസ്. അത് പണിയാണ് ഈസ, പണിയാണ്. ഈ കല്ലേ പിടിച്ച് കയറാൻ പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഗൈസ്, ആ കല്ലിൽ അത്യാവശ്യം ഗ്രിപ്പ് കിട്ടിയപ്പോൾ ഇങ്ങ് കയറി പോന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു ലെവൽ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലെവലിൽ നമ്മൾ അത്യാവശ്യം ഓഫ് റോഡ് റൂട്ടാണ് പോകുന്നത്. ഓഫ് റോഡ് റൂട്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ മറ്റേ ഒരു ചുരം ഇറങ്ങി വരില്ലേ വണ്ടികളൊക്കെ. ഈ ഓഫ് റോഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടോ ഗൈസ് നിങ്ങൾ? അങ്ങനെയുള്ളിടമെന്ന് പറയാൻ പറ്റും. നമ്മുടെ വണ്ടി ഒന്നും ഇവിടെ ഇടിച്ച് നിന്നിട്ട് ബായ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ട്.
ഞാൻ ഒന്ന് വേറെ ഓക്കെ വരുന്നുണ്ട്. ബാക്കി ടയർ കിടന്ന് കറങ്ങുകയാണ് ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത നമ്മുടെ പാർട്ട് 2-ൽ നമുക്ക് വണ്ടി മാറ്റാം. നമുക്ക് ഇതിലും വലിയൊരു ട്രക്ക് എടുക്കാം. ആകെ ഈ ഈ ഗെയിമിനകത്ത് ഈ ഒരു ട്രക്കും പിന്നെ ഞാനിപ്പം പാർട്ട് 2-ലിടാമെന്ന് പറഞ്ഞ ആ ഒരു ട്രക്കും മാത്രമേ ഈ ഒരു ഗെയിമിനകത്ത് വരുന്നുള്ളൂ. മോഡ്സ് ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. 2 വണ്ടി ആകെ പാടെ ഇതിനകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവിടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴി വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നിനെ കയറ്റുവാടാ. ശരിക്കത്തെ വണ്ടി ഇതുപോലത്തെ കയറ്റുമൊക്കെ കയറി പോടാ. കയറി പോവോ? എനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കത്തെ വണ്ടി ഇതുപോലെ ഇത്രയും വെയിറ്റൊക്കെ വെച്ച് ഓഫ് റോഡ് കയറി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ടാവില്ലേ, വിഷയമില്ലാതെ കിടക്കുന്നത്. പക്ഷെ ഞാൻ നിർത്തിയതാണ്, കാരണം ഈ സൈഡ് നോക്കാതെ എടുക്കല്ലല്ലോ. ചിലപ്പോൾ സൈഡൊക്കെ റോഡിന് ഇങ്ങനെ കയറിയായിരിക്കും ഇരിക്കുക. ഈ ഒരു സ്ഥലപ്പണിയാണ് ഗൈസ്. ഇത് അത്യാവശ്യം നല്ല പണി തരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിലെടുക്കാനേ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. എടുത്തു ഗൈസ്. എടുക്കാനേ പറ്റില്ലെന്നൊക്കെ ഞാൻ പറയും. അതൊക്കെ ചുമ്മാ ഫണ്ണ് പറയുന്നതാണ് ഗൈസ്. ഫണ്ണായിട്ട് എടുത്താൽ മതി. ഞാൻ പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, എന്താ പറയുക, ഒരു പ്രോ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ അവിടുന്ന് മെല്ലെ എടുത്തിട്ടുണ്ട്. വലിയ ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. വലിയ ടാസ്ക് ഇല്ലയെന്ന് പറഞ്ഞാൽ അവൻ ഒതുക്കിയിട്ടേക്കുന്നുണ്ട്, എനിക്ക് പോരാൻ പറ്റിയില്ല. ഞാൻ അവിടെ കിടന്നേനെ. അത് നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, പോന്നു. നമ്മളവിടുന്ന് മെല്ലെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് എന്താണ് ഈ വാന് മാത്രമേ ഉള്ളൂ എപ്പോഴും. വാനും നമ്മളിരിക്കുന്ന പോലത്തെ കുറേ വണ്ടിയും പിന്നെ കാറുണ്ട്. വേറൊന്നും ഞാൻ തന്നെ കിടക്കില്ല ഈ വരിയിൽ. ഓക്കെ, ചിലപ്പോൾ ഈ വളവിലൊക്കെ വണ്ടി കാണും കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ മെല്ലെ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഈ വളവിലൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് വണ്ടി വെച്ച് കഴിഞ്ഞാൽ ആരും കാണത്തില്ല. ചിലയിടത്തൊക്കെ വണ്ടി ഇരിക്കുന്ന കണ്ടോണ്ടല്ലോ നെട്ടിപ്പോവും. ചിലപ്പോൾ ആ വളവിലൊക്കെ വണ്ടി ഇരിക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ കുറവായിരിക്കും കേട്ടോ. അത്രയ്ക്ക് വലിയ സാധ്യതയൊന്നും ഇല്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വലത്തോട്ടായിരുന്നു വഴി. എന്തോ ഭാഗ്യത്തിന് നേരെ വലത്ത് തന്നെ ഞാൻ എടുത്തു. നേരെ ആയിരുന്നെങ്കിൽ പോയി ഇടിച്ചേനെ. ഓക്കെ, അങ്ങനെ ഈ ഒരു ലെവലും ഇവിടെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ലെവലും തീർത്തു. വലിയ ടാസ്ക് ഇല്ലാത്ത ലെവലായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ടാസ്ക് ഉള്ള ലെവലാണ്. ഞാൻ പണ്ട് ഇതൊരു തവണ കളിച്ചതിൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണ്. ഇത് നല്ല ടാസ്ക് ഉള്ള ലെവലാണ്. ഇതല്ലേ ഇനിയിപ്പോൾ ഇതാണ് ഗൈസ്. ഇതാണ് എനിക്കറിയാം. ഇതാണ് അത്യാവശ്യം ടാസ്ക് ഉള്ളതാണ് ഗൈസ്. നമ്മളെടുത്തിട്ടൊന്ന് മരം വളർന്നാ അതെന്ത് നമ്മളാണ് ഇതിനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തത്? അതെന്താണ് നമ്മൾ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കൊരു വളർച്ച ആ മരത്തിന്. ഇത്ര താന്നിരുന്ന മരമായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നൊരു ഓഫ് റോഡ് റൂട്ടാണ്. നമ്മൾ മുമ്പ് ഈ വരിയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എവിടാണോ ചെല്ലുന്നത് അവിടെ നിന്നായിരിക്കും അടുത്ത ഇത് തുടങ്ങുന്നത്. എനിക്കത് ഈ ഗെയിമിൽ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ട്രിപ്പ് എടുക്കുമല്ലോ. കുഴപ്പമില്ല. ഇതിൽ പോവാം കേട്ടോ ഫ്രണ്ട് അടുത്ത്. ഓക്കെ, നമ്മൾ ആദ്യം ലെവൽ ചെയ്ത് ഒരിടത്ത് കൊണ്ടുപോയി നിർത്തും. തീർന്നു ആ ഒരു ലെവല്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് തിരിച്ച് വേറൊരു ലെവൽ തുടങ്ങുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. ഇപ്പോൾ പോയേനെ. ഓക്കെ, പിന്നെ ഇതിനകത്തിൽ ഉള്ളിലത്തെ ആ ഒരു വ്യൂ ഇട്ട് ഓടിക്കാനും നല്ല കിടിലൻ തന്നെയാണ്. ബ്രേക്ക് ചില സമയത്ത് ഈ വണ്ടിക്ക് കിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. എപ്പോഴും കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ അവിടുന്ന് ആ ഒരു വളവും വളച്ച് നമ്മൾ പോവാണ്. പറയാൻ പറ്റത്തില്ല. ഈ വളവ് വണ്ടി കാണും, സൂക്ഷിച്ച് മതി പോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ വളവിലൊക്കെ വണ്ടി കാണുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. കാരണം ഈ ഒരു വളവിലല്ലെങ്കിലും വണ്ടി ഇരിക്കുന്നതായിട്ട് നമ്മുടെ മനസ്സ് പറയും. ഇതിലങ്ങനെ മെല്ലെ എടുക്കാൻ തോന്നുന്നു കേട്ടോ. ഇതിലെ മെല്ലെ എടുക്കാം. ഒരു തട്ടൽ തട്ടി ഗൈസ്, അടിയിലായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തട്ടൽ തട്ടി ബൈക്ക് എടുക്കാം. ബൈക്ക് എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ആ സൈഡ് പിടിച്ച് അങ്ങനെ വന്നിട്ട് കയറാം. അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള കയറ്റൽ നടക്കത്തില്ല.
അത്യാവശ്യം നല്ല ടാസ്ക് തന്നെ ആയിരിക്കും കേട്ടോ. അത്രയൊക്കെ എടുത്താൽ മതി, ഇത്രയൊക്കെ എടുത്താൽ മതി, ഒരുപാടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. കുഴപ്പമില്ല കേട്ടോ. ഒരപ്പം ഉണ്ടല്ലോ, റിവേഴ്സ് എടുത്ത് നോക്കാം. ഓക്കെ, വണ്ടി കയറുന്നില്ല. കയറി, പോയി ഗൈസ്. ഓക്കെ, വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. ഈ തവണ നമ്മൾ ഒരു വണ്ടിയിലും തട്ടാതെ പോവും ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് 2 തവണ തട്ടി, അത് വേറെ കാര്യം. ഇനി നമ്മൾ തട്ടാതെ പോവും, നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കും. ഓക്കെ, അങ്ങനെ ആ ലെവൽ കഴിഞ്ഞു. ഇവിടെ നിന്ന് പറപ്പിച്ചാലേ ആ കയറ്റം കയറത്തുള്ളൂ, അല്ലേ കയറത്തില്ല. ആ വണ്ടിയൊന്നും വലിയ വിഷയമൊന്നുമില്ല, അതൊക്കെ ഒതുങ്ങി കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു കയറ്റം നമ്മൾ കയറി ഗൈസ്. ഓക്കെ, പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് താഴോട്ടങ്ങ് ഇറങ്ങിയേക്കാം. തീരെ സ്ഥലമില്ലാത്തൊരു റോഡും. എന്തൊരു കട്ടറാണ് ഗൈസ്, ഭയങ്കര കട്ടറാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമ്മൾ ഈ ലെവൽ തീരാനായെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. വേറെ കാര്യമുണ്ട്, ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മളിടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ ഇട്ട ഗെയിം പ്ലേയിൽ നമ്മുടെ പണ്ടത്തേത് നമുക്ക് തീർക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ തവണ ഈ ഒരു ഗെയിം ഫുള്ളായിട്ട് നമ്മൾ തീർത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ ഗൈസ്. അത് വേറൊരു കാര്യം. ഇതൊക്കെ അത്യാവശ്യം നല്ല വളവാണ് കേട്ടോ, അത്യാവശ്യം നല്ല വളവാണ്. ഓക്കെ, അങ്ങനെ ഈ കയറ്റം ഇത് കയറുമോ ഗൈസ്? വണ്ടി കിടന്ന് കുത്തിയാണ് കയറുന്നത്, പമ്മിയാണ് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ കയറി. ഗായ്സ്, ഈ ഒരു ലെവൽ ഇവിടെ കൊണ്ട് തീരുകയാണ് ഗൈസ്. നമ്മുടെ ഗെയിമും ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്, ഗെയിം പ്ലേയും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ഗൈസ്. അതിൻ്റെ ടൈം ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഓക്കെ, ബൈ ഗൈസ്.